പണ്ട് തുർക്കി അഫ്ഗാൻ ചക്രവർത്തിയായിരുന്ന മുഹമ്മദ് ബക്തിയാർ ഖിൽജി അടപടലം തരിപ്പണമാക്കിയ നളന്ദ സർവകലാശാലയ്ക്ക് ഇന്ന് പുതിയ മുഖമാണ്. നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന് സമർപ്പിച്ചു. 17 രാജ്യങ്ങളിൽ നിന്നുള്ള ദൗത്യമേധാവികൾ ചടങ്ങിൽ സംബന്ധിച്ചു. ഇതുവഴി മോദി മറ്റൊരു ചരിത്ര നിമിഷത്തിനും കൂടെ തുടക്കമിട്ടു. 5-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുമുള്ള പണ്ഡിതരെ ആകർഷിച്ച അറിവിന്റെ അക്ഷയഖനിയായിരുന്നു നളന്ദ സർവകലാശാല. ബീഹാറിലെ പാടലിപുത്രയിൽ നിന്നും 90 കിലോമീറ്റർ അകലെയാണ് പഠനത്തിന്റെ കേന്ദ്രമായ പഴയ നളന്ദ സ്ഥിതി ചെയ്തിരുന്നത്. നളന്ദയുടെ കാലം ഇന്ത്യയുടെ സുവർണ കാലഘട്ടമായി അറിയപ്പെട്ടിരുന്നു. 1190കളിലാണ് മുഗൾ ചക്രവർത്തി ബക്തിയാർ ഖിൽജി നളന്ദ സർവകലാശാലയെ തകർത്ത് തരിപ്പണമാക്കിയത്. ലൈബ്രറികൾ മുഴുവൻ കത്തിച്ചു കളഞ്ഞു. 9 നിലകളിൽ തലയുയർത്തി നിന്ന പഴയ ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ നെടുന്തൂണായ നളന്ദയെ നശിപ്പിച്ചതോടെ ഇന്ത്യ പല നൂറ്റാണ്ട് പിറകിലേക്ക് പോയി. നളന്ദയിൽ പണ്ട് വേദങ്ങൾ, യുക്തിവാദം, മാത്തമാറ്റിക്സ്, വ്യാകരണം, വൈദ്യശാസ്ത്രം, ജ്യോതിശാസ്ത്രം, ആൽക്കമി എന്നിവ പഠിപ്പിച്ചതിന് തെളിവുകളുണ്ട്.